ഭാര്യ ഉണ്ടായിരുന്നു, ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട്, കുട്ടികളില്ല. നമ്മള് വഴക്കൊന്നുമല്ല, പിന്നെ ഒരുമിച്ച് നിൽക്കാൻ പറ്റും, സെപ്പറേറ്റ് ആയി. ആരോടാണ് ഏറ്റവും കൂടുതൽ ഉള്ളു തുറക്കാൻ കഴിയുക ശരിക്കും? ഉണ്ടായത് എക്സ് വൈഫായിരുന്നു. അതൊരു വലിയൊരു ഘടകം. എൻ്റെ സുഹൃത്ത് വിനായകൻ്റെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായി ഇൻ്റർവ്യൂ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. മനോരമ ചാനലാണ് വന്നത്. ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും വിനായകനെക്കുറിച്ച് വീഡിയോ ഇടും, പല ആൾക്കാരും എന്നെ പല തെറിയും വിളിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തെറി വിളിക്കാൻ സാധിക്കാത്ത രീതിയിൽ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കേരളത്തിലല്ല, ഗോവയിലാണ് ഇപ്പോൾ അദ്ദേഹം താമസം. അദ്ദേഹം പറയുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഞങ്ങൾ പിരിഞ്ഞു. അത് തല്ലിൻ്റെ ഭാഗമായിട്ടൊന്നല്ല, ഭയങ്കര ഭീകരവഴക്കം. 2 പേർക്കും ഒത്തുപോകാൻ സാധിക്കുന്നില്ല. ഞാൻ കാരണം അവൾ ഒരുപാട് വിഷമിക്കുന്നു. എനിക്ക് തോന്നിപ്പോയത്, എന്തൊരു പച്ചയായ മനുഷ്യൻ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ. ആളുകളൊക്കെ പറയുന്നത് അതിഭീകരമായിട്ടുള്ള മയക്കുമരുന്നിന് അടിമയാണ്. വിനായകൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല. 60 വയസ്സാകുമ്പോൾ ഞാൻ എന്താകണമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിൻ്റെ വഴി സിന്തറ്റിക് ഡ്രഗ് അല്ല. എന്നാൽ മദ്യം കഴിക്കുന്നുണ്ടായിരിക്കും, അത് അദ്ദേഹം അതിഭീകരമായിട്ട് തളർത്തുന്നുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് പലപ്പോഴും അദ്ദേഹം തിരിച്ചറിയുന്നില്ല. കേസുകൾ, കൂട്ടങ്ങൾ, വഴക്കുകൾ, ഇതിൻ്റെ എല്ലാം ഇടയിൽപ്പെട്ട് ആകെ തകർന്നു പോയ വിനീത എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ ഭാര്യ ഒഴിഞ്ഞു പോയപ്പോഴും തൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഒരു കാരണവശാലും ഒരു പോയിന്റ് പോലും അവരുടേതാകാൻ സാധ്യതയില്ല എന്നാണ് വിനായകൻ പറയുന്നത്. അത് കേട്ടപ്പോഴെനിക്ക് മനസ്സിലായത്, എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അദ്ദേഹത്തിന്. ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാതിരുന്നത്? ഇദ്ദേഹത്തിന് ഫേസ്ബുക്ക് നോക്കുന്നത് അവരാണ്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണ്, ഉള്ളു തുറന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നത് അവരായിരുന്നു. ഇപ്പോൾ ഒരാളുമില്ല ഒരു മനുഷ്യന്. അദ്ദേഹത്തിന് വർത്തമാനം കേൾക്കുക തന്നെ വേണം. ഒന്ന് കേട്ടോക്കൂ. ജീവിതത്തിൽ ഒരാളോട് മനസ്സ് തുറക്കാൻ നമുക്ക് കഴിയാന്ന് പറയുന്നത് വലിയൊരു ആവശ്യം കൂടിയല്ലേ? എനിക്കില്ലത്. ആ ഏരിയയൊക്കെ പൊട്ടിപ്പോയി. അവിടെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഡാർക്കായി. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് എന്റെ ഒരാളത്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. എത്ര അകത്ത് കയറിയാലും നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെ ഒരാളാണ് ഭാര്യ ആയിരുന്നു എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വേർപിരിയൽ സംഭവിച്ചത്? ആരുടെ കുഴപ്പം, കുറ്റം എന്നുള്ളതല്ല, എന്റെ ആയിരിക്കുള്ളൂ. എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എത്ര കൃത്യമായിട്ട് അത്ര ഇങ്ങനൊക്കെ സത്യസന്ധമായിട്ട് ചാനൽ ചർച്ചകളോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളുകൾ വളരെ കുറവാണ്. എൻ്റെ ആയിരിക്കും, അവരുടേതാവാൻ സാധ്യതയില്ല, എൻ്റേത് തന്നെയാണ്, എൻ്റെ കുറ്റം മാത്രമാണ് എന്ന് എത്ര വൃത്തിയായിട്ടാണ് ആ ഒരു മനുഷ്യൻ പറയുന്നു. നോക്കി, എൻ്റെ പ്രശ്നം ഞാൻ ഒറ്റക്കായി പിന്നെ ക്രാക്കായി പുറത്തിറങ്ങില്ല. പിന്നെ എൻ്റെ പ്രശ്നമായിക്കോളും. അവളുടെ ആകൂല, ഒരിക്കലും ആകൂല. അവളെപ്പോഴും ഞാനായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ബാങ്കിങ്, അത് ഇതെല്ലാം, ഇവൻ യൂട്യൂബ് വരെ റീചാർജ് ചെയ്യാൻ പുള്ളിക്കാരിയാണ്. എൻ്റെ പ്രശ്നമായിക്കോളും. പരസ്പരം മനസ്സിലാക്കുമ്പോഴും വേർപിരിയാണ് നല്ലതെന്ന് തോന്നി. അതാണ്. അല്ലെങ്കിൽ പുള്ളിക്കാർക്ക് പ്രശ്നമുണ്ടാവും. സമാധാനം കൊടുക്കുന്നില്ല ഞാൻ. ബെറ്റർ ലൈഫിനോ കുറച്ച് നാളെയല്ലേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ ജീവിക്കും. എന്താല്ലേ, ഞാൻ സമാധാനം കൊടുക്കുന്നില്ല, ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ, അവരവരുടെ സമാധാനപൂർവ്വം അവർ ജീവിക്കട്ടെ എന്ന് ഭാര്യയ്ക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. പലപ്പോഴും പറയുന്നത് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണെന്ന് വിനായകൻ പലപ്പോഴും ആ രീതിയിലൊക്കെ സംസാരിക്കാറുള്ളത്. ഇതിന് താഴത്ത് ഞാൻ ചുമ്മാ കമൻറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് ഒരാൾ പോലും ഇദ്ദേഹത്തെ തെറി പറയുന്നില്ല, സ്വയം വിമർശിച്ച് അംഗീകരിക്കുന്നു. റെസ്പെക്റ്റ് മാൻ എന്നാണ് ഒരാൾ എഴുതി വെച്ചത്. അതൊന്നുമല്ല, പുള്ളിയുടെ ഔട്ട്ഫിറ്റ് ശ്രദ്ധിച്ചു എന്നൊക്കെ ചില ആളുകളൊക്കെ എഴുതി വെച്ചത്. ക്ലാസ് ആൻഡ് എലഗൻസ് ആയിട്ടുള്ള. പലപ്പോഴും പലർക്ക് തിരിച്ചറിവില്ലാഞ്ഞിട്ടല്ല, തിരുത്താനുള്ള മടി കൊണ്ടാണ് ജീവിതം ഒന്നുമില്ലാതായി പോകുന്നതെന്ന് ഫൗസ് എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നു. നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇന്ന് കണ്ണുകളും വിരലുകളും ഇടർന്ന ശബ്ദവും പറയുന്നു. ഉണ്ടോ? കേട്ടോക്കൂ. അല്ലേ? പക്ഷെ ഇതാണ് നല്ലത്, പുള്ളിക്കാരിക്കും എനിക്കും. അല്ലെങ്കിൽ സൗണ്ട് ആയിരിക്കും പറയുള്ളൂ. ബാങ്കിലെ പുള്ളി വിനീത എന്ന് പറയും. വിനീത വിനയൻ. ഞാൻ പിന്നെയാണ് ആ പേര് ആലോചിച്ചത്, വിനീതയും വിനയനും. എന്നെ വിനയൻ എന്ന് എല്ലാരും വിളിക്കണം. ഈ ഒരു നിമിഷമാണ് ആ ഒരു പേര് സാമ്യത പോലും വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ചറിയുന്നത്. വിനീത, വിനയൻ. വിനയൻ എന്നാണത്രേ വിനായകനെ പലപ്പോഴും പല ആൾക്കാരും ആ ഒരു പേരിലാണ് അത്ര വിളിക്കുന്നത്.
നമ്മളത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അത് കേൾക്കുന്നുണ്ടായിരിക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര രസകരമായൊരു നിരീക്ഷണമുണ്ട്. അത് മോഹൻലാലിൻ്റെ മകളെ കുറിച്ചിട്ടാണ്. ഒരുപാട് തുറന്ന് പറയുകയുണ്ടായി. തുറന്ന് പറയുക മാത്രമല്ല, പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഇപ്പോഴും ആ കുട്ടിയെ തിരുത്താൻ വരെ ശ്രമം ഉണ്ടായിട്ടുണ്ട് ഒരു വശത്ത്. പക്ഷെ മാറിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞു. എല്ലാരും അത് ലാലേട്ടനും പറയാറുണ്ട്, എല്ലാരും അവരവരുടെ എന്നുള്ളത്. ഞാൻ സംസാരിക്കുമ്പോൾ പുള്ളി പറയാറുണ്ട്. അല്ലേ, അതും സത്യമാണ്. ഇദ്ദേഹം ചില കാര്യങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. എല്ലാവരും അവരുടേതാണ്. നമുക്കെല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അല്ലാതെ മകൾ പറയുന്ന അഭിപ്രായത്തെ തിരുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അഭിപ്രായത്തെ തിരുത്താൻ വേണ്ടിയിട്ട് മകളോ ഇറങ്ങി തിരിക്കുന്നില്ല എന്നുള്ളതാണ്. മോഹൻലാലത്തിനായി ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടുപേരെയും അവർ എന്നോ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെ മക്കൾ എന്ന രീതിയിൽ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നില്ല. അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളാണ്. അവരങ്ങനെ പോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന രീതിയിലാണ്. അതല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻഡ്യൂഷൻസ് ഒന്നും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഞാനിന്ന് ഈ വിനായകൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ലൈഫ് സംഭവിക്കുന്നത്? അത്രയ്ക്കധികം അദ്ദേഹം മദ്യപിക്കുന്നുണ്ടോ? ഒരിക്കൽ ബാൽക്കണിയിൽ ഒരു നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നു. അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട് എന്നുള്ളതാണ്. പുറത്തിറങ്ങിയ ഒരു ദിവസം ബാൽക്കണി നിന്നിട്ട് തുണി നോക്കി കാണിച്ചു. അതെന്താ സിറ്റുവേഷൻ തിന്നു? ഞാൻ എന്റെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാറില്ല. ചോദിച്ചോ, എനിക്ക് ഞാൻ ആ ബാൽക്കണി കണ്ടിട്ടാണ് ആ ഫ്ലാറ്റ് തന്നെ വാങ്ങിയത്. പറ്റുന്നില്ല. ഒരു മൊമെന്റില് ഒരു പക്ഷെ താങ്കൾക്ക് പെട്ടെന്ന് തോന്നി അങ്ങനെ റിയാക്ട് ചെയ്തായിരിക്കാം. പക്ഷെ അത് പിന്നീട് അത് ആലോചിക്കുമ്പോ പറ്റിപ്പോയി. ഇത്രോ ഇത് ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ബോധം വരുമ്പോഴാണ് എന്റെ റൈറ്റർ വന്ന് പറഞ്ഞ, ചേട്ടാ സിറ്റുവേഷൻ പ്രശ്നമായി, നിങ്ങൾ സീൻ പുറത്തു പോകും. ഞാൻ പുള്ളിയെടുത്ത് പോയി എപ്പം നടന്നെന്ന്. അതുപോലെ ആ മനുഷ്യന് ഓർമ്മയില്ല. അപ്പം അത്രയ്ക്ക് പശ്ചിമബംഗാളത്തിൽ പറഞ്ഞാൽ അടിച്ച് ഓഫായിരിക്കുന്നു. സംഭവിച്ചു പോയ തെറ്റുകൾക്ക് തെറ്റ് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത വിനായകൻ. ഭാര്യയുമായിട്ട് പിരിഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാൾ അത് ഭാര്യയായിരുന്നു എന്ന് തുറന്നു പറയുന്ന മനുഷ്യൻ. ആ ഒരു പിരിയലിൻ്റെ കാരണം 1% പോലും വിനീത എന്ന് പറയുന്ന എൻ്റെ ഭാര്യയായിരിക്കില്ല. അതിൻ്റെ കാരണം ഞാൻ മാത്രമാണ്. എന്നെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവർക്ക് തീരെ സമാധാനം കൊടുക്കുന്നില്ല. കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, കുറച്ച് കാലമല്ലേ ഉള്ളൂ, അതവർ സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു മനുഷ്യൻ. ഇയാൾ എന്തു തരം മനുഷ്യനാണ് അല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരാളെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മനുഷ്യന് സാധിക്കുന്നില്ല. അത്രയേറെ റെസ്പെക്റ്റ് ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ സംസാരത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തൻ്റേതാണ് പ്രശ്നമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് അയാളെ ഒരു അംശം പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സിനിമ സെറ്റ് വേറെയാണ്. സിനിമ സെറ്റിലേക്ക് 6 മണിക്ക് വരണം കഴിഞ്ഞ് കൃത്യമായിട്ട് 6 മണിക്ക് എത്തുന്നു. സിനിമ ആ ഒരു സെറ്റിൽ നിന്ന് പോകുന്നവരെ പക്ക ക്ലീൻ നടൻ. അതിനപ്പുറത്തേക്ക് വേറെ എക്സ്ട്രാ ടോക്കുകളോ സിനിമ സെറ്റിൽ പ്രശ്നമുണ്ടാക്കുകയോ വഴക്കുണ്ടാക്കുകയോ മദ്യപിച്ച് കോലാഹലം ഉണ്ടാക്കുകയോ ചെയ്യുന്ന വർത്തമാനങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇറ്റ്സ് എ റയർ പീസ് ഓഫ് man. Bye-bye.